അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ വലിയ ആശങ്കയിലാണ് നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള ഒരു നാട്. ഈ കുളത്തിൽ കുളിക്കാനിറങ്ങിയത് മൂലമാണ് ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതും പിന്നീട് ആരോഗ്യസ്ഥിതി വഷളായി മരണപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ട്. വിശദമായ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ്. എന്തായാലും മറ്റ് 4 പേർ കൂടി സമാന രോഗലക്ഷണങ്ങളുമായി ഇപ്പോൾ ചികിത്സയിലുണ്ട്. നിങ്ങളുടെ ഒരു ആശങ്ക എന്താണ്? ഇത് എൻ്റെ അനിയനെ അങ്ങനെ വന്നെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് വെച്ചത്. പിന്നെയും 2 അനിയന്മാർക്കും കൂടി ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഇത് മെഡിക്കൽ കോളേജിലാണ്, ചികിത്സയിലാണ്. പിന്നെ ഇതിൻ്റെ വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. 4 ദിവസത്തിനാകുമ്പോൾ റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഇന്ന് 14 ദിവസമായി. 14 ദിവസമായിട്ടും ഇതിൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇത് റിപ്പോർട്ട് വന്നല്ലാതെ ഇവർ കുളമൊക്കെ തുറന്നു വിടാൻ വേണ്ടി നിന്ന്. ഈ കുളം തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം പോകുന്നത് താഴെ കുടിവെള്ള പദ്ധതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അടുത്തൊരു ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പറച്ചാക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ പക്ഷേ അവരിപ്പം ഈ സംഭവം നടന്നതിന് ശേഷം വെച്ച് അടച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ വെള്ളം കറക്റ്റായിട്ട് അവൻ്റെ അകത്ത് ഇറങ്ങും. അവിടെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന വെള്ളം. അതെ, അവിടുന്ന് പമ്പ് ഹൗസാണത്. അവിടുന്ന് അടിച്ച് ഒരു 4-5 പ്രദേശങ്ങൾക്ക് അവിടെ നിന്നാണ് വെള്ളം പോകുന്നത്. നമുക്ക് ഈ കുളത്തിന് അക്കരെ 2 കെട്ടിടങ്ങൾ കാണാൻ കഴിയും. ആ ഉള്ള കെട്ടിടം ഒന്ന് ഒരു അംഗൻവാടിയാണ്. അതിനോട് ചേർന്നിരിക്കുന്ന കെട്ടിടമാണ് ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ. അതിന് സമീപത്തായി, അതിന് തൊട്ട് പിന്നിലായി കാണുന്ന ഒരു മതിലിൻ്റെ മാത്രം വ്യത്യാസമാണ് ഈ കുളവുമായുള്ളത്. ഈ കുളം ഒരുപാട് കാലമായി നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. ഒരുപാട് കാലം കൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് സാർ. ഞങ്ങളുടെ കുഞ്ഞുകാലം മുതൽ ഞങ്ങൾ ഈ കുളം ഉപയോഗിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന കുളമാണ്. നിങ്ങൾക്ക് ആ സമയത്തും ഇവിടെ ഇറങ്ങി കുളിച്ചു പോയ ആളുകളല്ല. അപ്പോൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കയായിട്ട് നിങ്ങൾ ആശുപത്രിയിലൊന്നും പോയില്ല? ഇല്ല, അങ്ങനെ ആരും വന്ന് നോക്കിയിട്ടുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്ക് എനിക്ക് ശ്വാസം മുട്ടൽ വരും. അങ്ങനെ വന്ന് ഞാൻ ആശുപത്രി പോയതല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അഖിലെന്ന് പറഞ്ഞ എൻ്റെ അനിയൻ മരിച്ചിട്ട് ഇവിടെ തോട്ടിലെന്തോ കൊണ്ടുവന്ന് ബ്ലീച്ചിങ് പൗഡറും ഒരു ചാക്കൊക്കെ കൊണ്ടുവന്ന് വന്ന് അങ്ങനെ എടുത്ത് നാട്ടുകാരെന്തോ പറഞ്ഞ് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒന്നിൽ കുളം മൊത്തം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ തുറന്നു വിടാതെ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്ത് ബാക്ടീരിയ ഉണ്ടോ അത് മൊത്തം നശിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കുളം റെഡിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേൾക്കാതെയാണ് ഹെൽത്തുകാർ കുറേ ഈ ബ്ലീച്ചിങ് പൗഡറും ഈ കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് മീതെയുള്ള പ്രഹസനമാണ്. ഇത് മരിച്ച് 3ൻ്റെ അന്ന് കെട്ടിയതാണ് ഈ നെറ്റെല്ലാം. അതായത് വീണ്ടും ആളുകൾ ഇതിനകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ കെട്ടിയത്? നമ്മൾ തന്നെ കെട്ടി ഇത് മൊത്തം മറച്ചതാണ്. 3 സെന്റ് സ്ഥലത്തിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത് തന്നെ. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഞങ്ങൾ അലക്കാനായിരുന്നാലും കുളിക്കാനായിരുന്നാലും ഉപയോഗിക്കുന്നത് ഇതേ കുളമാണ്. അപ്പം ഇതിന് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിവെള്ളത്തിനായിരുന്നാലും വേറെ ഒന്നിനും ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗം ഇല്ല. ഇതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഈ കുളം എന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ അഖിലടക്കമുള്ളവർ ഇവിടെ കുളിച്ച സമയത്ത് മറ്റുള്ള ആളുകളും ഇവിടെ വന്ന് കുളിച്ചു പോയിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഈ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്.